പറയുന്ന ഒരു ഭാഗം വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത് അള്ളാഹു വസിയത്ത് നൽകുന്നു. ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹ, പ്രയാസം സഹിച്ചുകൊണ്ട് അവർ ഗർഭം ചുമന്നു, അവർ മുലയൂട്ടിയ ഭാഗം പറഞ്ഞു വന്നതിന് ശേഷം പറയുന്ന ഒരു ഭാഗം, അതാണ് നമ്മുടെ വിഷയം. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ അവർ പൂർണ്ണ ശക്തി പ്രാപിച്ചു, അഥവാ ഒരു പൂർണ്ണതയിലേക്കെത്തി. വബലഗ അർബഈന സന, 40 വയസ്സായാൽ ഒരു മനുഷ്യൻ 40 വയസ്സിലേക്ക് എത്തുക എന്നുള്ളത് ഒരുപാട് ചിന്തകൾക്ക്, ഒരുപാട് ആലോചനകൾക്ക് വിധേയമാകേണ്ട ഒരു കാര്യമാണ്. 40 വയസ്സെത്തിയിട്ടുണ്ട് എങ്കിൽ 40 വയസ്സെത്തുമ്പോൾ അവൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് അവനെത്തുന്നു. ഒരാളൊരു മലമുകളിലേക്ക് കയറി അതിൻ്റെ ഏറ്റവും മുകളിലെത്തി, അതാണ് 40. ഇനി മുകളിലേക്ക് കയറാനില്ല, ഇനി ഇറക്കാണ്. 40 കഴിഞ്ഞാൽ പിന്നീട് ഇറക്കമാണ്. പഴയ ആരോഗ്യം ഉണ്ടാകില്ല, പഴയ രൂപത്തിൽ അവന് മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധിച്ചു കൊള്ളണമെന്നില്ല. തിരിച്ചിറക്കം ആരംഭിച്ചു കഴിഞ്ഞു. 40 വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറിൽ കാണാം, ഐ നിഹായത്തു ഖുവ്വത്തിഹി വ കമാലി അഖ്ലിഹി, അവൻ്റെ ബുദ്ധിയുടെ പൂർണ്ണത, ബുദ്ധി, അവൻ്റെ വിവേകം അതതിൻ്റെ പൂർണ്ണതയിലേക്കെത്തി. അതിനു മുമ്പ് അത്ര വിവേകമില്ലാത്ത പെരുമാറ്റങ്ങളാവും ഉണ്ടാവുക. എടുത്തുചാട്ടം ഉണ്ടാകും, പലതും ചിന്തിക്കാതെ ചെയ്യും. ഒരു 40 എത്തുമ്പോൾ കുറച്ചുകൂടെ ഒരു വിവേകം വന്നു, പിന്നെ കാര്യങ്ങളൊക്കെ വിവേകത്തോടുകൂടെ ചെയ്യാനും ചിന്തിക്കാനും തുടങ്ങും. അതുപോലെ തന്നെ അവൻ്റെ ഖുവ്വത്ത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കെത്തി. ഇനി ഒരു ഖുവ്വത്ത് നേടാനില്ല, ഖുവ്വത്ത് ഇനി കുറയാനാണുള്ളത്. ഇനി കാഴ്ച കുറയും, അതുപോലെ തന്നെ കിതപ്പ് വരും. നിസ്കരിക്കുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു കസേര കൂട്ടിനുണ്ടാകും. നടക്കാൻ കുറച്ചു നേരം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ക്ഷീണം വരും. അവൻ്റെ ശക്തി തന്നെ ദുർബലമായി തുടങ്ങും. അപ്പം 40 എന്നുള്ളത് ഒരാളുടെ വിവേകം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന, അയാളുടെ ഖുവ്വത്ത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന പ്രായമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരിൽ പലരും 40-ാമത്തെ വയസ്സിലാണ് നിയോഗിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി 40-ാമത്തെ വയസ്സിലാണ് നബുവത്ത് ലഭിക്കുന്നത്. അപ്പോൾ 40 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 40-ലെത്തിയാൽ, അല്ലെങ്കിൽ 40-നോട് അടുത്തെത്തിയാൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകളാണ്. ഒന്ന്, ജീവിതത്തിലെ ഒരു വലിയ ഭാഗം അവർ ജീവിച്ച് തീർത്തു കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം കഴിഞ്ഞു. 40 കഴിഞ്ഞാൽ, 50-ലെത്തിയാൽ, 60-ലെത്തിയാൽ ജീവിതത്തിൽ അള്ളാഹ് നമുക്ക് നിശ്ചയിച്ചതിൻ്റെ ഒരു വലിയ ഭാഗം തീർന്നു എന്ന ഒരു തിരിച്ചറിവുണ്ടാകണം. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70, 60-70 അതാണ് ഈ ഉമ്മത്തിന് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് ഈ ഉമ്മത്തിന് ലഭിക്കുക. അതിൽ കൂടുതലുള്ളവരുണ്ടായിരിക്കും, പക്ഷേ ഈ ഉമ്മത്തിൻ്റെ ആയുസ് എന്നുള്ളത് 60ആണ്. അതുപോലെ തന്നെ 70-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഒരു 40 എത്തിയാൽ 3-ൽ 2 തീർന്നു, ഇനി 1 ബാക്കിയുള്ളൂ. 50 എത്തിയാൽ 3-ൽ 2 ഇല്ല, അതും കഴിഞ്ഞു, ഇനി ഏതാനും കുറഞ്ഞ ഭാഗങ്ങളേ ഉള്ളൂ. ഒരു 40 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ദുനിയാവിനുള്ള ഓട്ടം, വീണ്ടും മനസ്സിലും ചിന്തകളിലും ദുനിയാവ് കുത്തിക്കയറ്റേണ്ട സമയമല്ല. അവന് പിന്നീട് ആഖിറവുമായി കൂടുതൽ ചിന്തിക്കാൻ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നരകത്തിൽ മുറവിളി കൂട്ടുന്ന മനുഷ്യരെ ഖുർആൻ പറയുന്നുണ്ട്. നരകത്തിൽ എറിയപ്പെടുമ്പോൾ ആ നരകത്തിൽ കിടന്നുകൊണ്ട് അവർ പറയും, റബ്ബന അഖ്രിജ്ന നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, അല്ലാഹുവേ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ചെയ്യാത്ത കുറച്ച് അമലുകളുണ്ട്, ബാക്കിയാക്കിയ കുറച്ച് അമലുകൾ, അത് ഞങ്ങൾ ചെയ്യാം. അവരോട് ചോദിക്കപ്പെടും, അവലം നുഅമ്മിർകും, നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലേ? ഇനി ഒഴിവ് കഴിവില്ല, ഇനി നിങ്ങൾക്കൊരു ഉദുറും ഒരു ഒഴിവ് കഴിവും ഇവിടെ പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് ആയുസ് തന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 40 സന, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴിവ് കഴിവ് ആ മനുഷ്യന് പറയാൻ കഴിയില്ല. 40 കഴിഞ്ഞ ഒരാൾക്ക്, പടച്ചോനെ എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല,
പെട്ടെന്നായി പോയി മരണം, പ്രതീക്ഷിച്ചിരുന്നില്ല. 40 കഴിഞ്ഞോ പിന്നെ അവന് ഒഴിവ് കഴിവില്ല, ഒരു ഉഴുതറില്ല. 40 കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ഒഴിവ് കഴിവുകളും അവൻ്റെ ഉഴുറുകളും അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മഹാനായ ഇമാം മസ്റൂഖ് അദ്ദേഹം പറഞ്ഞു, ഇദാ ബലഗത്തൽ 40, 40 എത്തിയോ, ഫഹുദ് ഹിദ്റക്, കൂടുതൽ ശ്രദ്ധിച്ചോ, നന്നായി ശ്രദ്ധിച്ചോ. ചെറുപ്പക്കാരെ പോലെ ഓടി നടക്കണ്ട, ചെറുപ്പക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് അതേ കോലം കെട്ടണ്ട. വാർദ്ധക്യത്തിലേക്ക് എത്താൻ പോകുന്നു, മരണത്തിലേക്ക് എത്താൻ പോകുന്നു. ആ ഒരുങ്ങേണ്ട ഒരു പ്രവാസി ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ ഒരു ഒരുക്കുണ്ട്. എല്ലതും ഉണ്ടോ എന്നിങ്ങനെ നോക്കും. പാസ്പോർട്ട് ഉണ്ടോ, പെട്ടിയിൽ എല്ലാ സാധനവും വെച്ചിട്ടുണ്ടോ, വിസ പ്രിൻ്റ് എടുത്തിട്ടുണ്ടോ ഒക്കെ നോക്കും. എല്ലാം നോക്കി റെഡിയായി നിൽക്കും. ആ എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ വീണ്ടും ഒന്നുകൂടെ നോക്കും. അതെന്തിനാ? യാത്രയിൽ പ്രയാസമില്ലാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ നോക്കണം, 40 എത്തിയാൽ നോക്കണം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും കടബാധ്യതകളുണ്ടോ, ഞാൻ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, ഈ അമലുകൾ മതിയോ, കുറച്ചുകൂടെ അമലുകൾ വേണ്ടതില്ലേ? അങ്ങനെ നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് നന്നായി നോക്കുക. മഹാനായ ഇമാം നബവി റഹ്മഹുല്ല പറഞ്ഞു, അന്ന അഹ്ലൽ മദീന കാനു ഇദാ ബലഗ അഹദുഹും 40 സന തഫറഗു ലിൽ ഇബാദ. മദീനക്കാർ അവർ 40 കഴിഞ്ഞാൽ ഇബാദത്തിന് മാറിയിരിക്കും. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അവർ ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധിക്കും. മഹാനായ മാലിക് ബിൻ അനസ് അദ്ദേഹം പറയുന്നു, അദ്റക്തു അഹ്ലൽ ഇൽം, ഇൽമുള്ള ആളുകളെ, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയാണ് പറയുന്നത്, ഞാൻ അവരെ കണ്ടു, ബിബലദിന, ഞങ്ങളുടെ നാട്ടിലുള്ള വിജ്ഞാനമുള്ള ഇൽമുള്ള ആളുകൾ, വഹും യത്ലുബൂന ദുനിയ വൽ ഇൽം, അവർ ഇൽമും തേടി അവർ ദുനിയാവും തേടി. ഏതുവരെ? ഫഇദാ അതത് അലൈഹിം, അങ്ങനെ 40 വയസ്സ് അവർക്ക് എത്തിയാൽ യഅ്തസലുന്നാസ്, ജനങ്ങളിൽ നിന്ന് അവർ മാറും. പിന്നെ വിനോദങ്ങളിൽ നിന്ന് മറ്റു കാര്യങ്ങളിൽ നിന്ന് അവർ മാറി. വസ്തഗലു ബിൽ ഖിയാമ, അവരുടെ ഖിയാമത്തുമായി അവരുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ മുഴുകും. ഹത്താ യഅ്തിയഹുമുൽ മൗത്ത്, മരണം വന്നെത്തുന്നതുവരെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒരാൾക്ക് 40 വയസ്സെത്തിയാൽ ലഖദ് തമ്മത് ഹുജ്ജത്തുല്ലാഹി അലൽ 40, 40 വയസ്സുള്ളവന് അള്ളാഹുവിൻ അവൻ്റെ മേലുള്ള ഹുജ്ജത്ത് പൂർത്തിയായി. അവന് പിന്നെ ഒരു ഒഴിവ് കഴിവ് പടച്ചവൻ്റെ മുന്നിൽ പറയാൻ പറ്റൂല. അവന് സമയം കിട്ടിയില്ല, എനിക്കൊരുങ്ങാൻ കഴിഞ്ഞില്ല, വളരെ കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ, എനിക്ക് അങ്ങനെ ചിന്തിച്ചില്ല, ഇത്ര സീരിയസ് ആയി ഞാൻ ആലോചിച്ചില്ല എന്നൊന്നും പറയാൻ 40 കഴിഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കഴിയുകയില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് 40 വയസ്സ് എന്നുള്ളത്. ആ 40 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞോ പിന്നീട് നമ്മുടെ അമലുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, തിരുത്തേണ്ടത് തിരുത്തണം. ഇനി 40 എത്തിയിട്ടില്ല എന്ന് കരുതിയാവും, 40 എത്തിയിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്, അതുവരെ അടിച്ചു പൊളിക്കാന്നല്ല. മരണത്തിന് 40, 30, 20 എന്നൊന്നുമില്ല. മരണം ഏത് സമയത്തും വരും. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് മരണങ്ങൾ, അതൊക്കെ നമുക്ക് ഒരുങ്ങാനുള്ള താക്കീതുകളാണ്, നിർദ്ദേശങ്ങളാണ്. എത്രയോ മരണങ്ങൾ, എത്രയോ മയ്യത്ത് കട്ടിലുകൾ നമ്മൾ ചുമന്നു കൊണ്ടുപോയി, എത്രയോ മയ്യത്തുകൾ നമ്മൾ കണ്ടു, സന്ദർശിച്ചു, എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണവാർത്തകൾ നമ്മൾ കേട്ടു. അതൊക്കെ നമ്മളോട് പറയുന്നത് ഒരുങ്ങിക്കോ, തയ്യാറായിക്കോ, നിനക്കും പോകാനുള്ളതാണ്, നിന്നെയും കൊണ്ടുപോകാനുള്ളതാണ്, നിന്നെയും 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണ്. ഇതാണ് മരണവാർത്തകൾ ഓരോന്നും നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മാനസികമായി ഒരുങ്ങുക, നമ്മളുടെ അമലുകളെക്കുറിച്ച് ആലോചിക്കുക. അള്ളാഹുവിൻ്റെ മുന്നിൽ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആ നല്ല ദിവസങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ തുടരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ